സ്വാഗതം. ഇന്ന് സാധനങ്ങളുടെ വാങ്ങിയ വില, വിറ്റ വില, ലാഭശതമാനം, നഷ്ടശതമാനം എന്നിവ സംബന്ധിച്ച പ്രോബ്ലങ്ങൾ നമുക്ക് കുറച്ച് നോക്കാം. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനമാണ് ചോദിച്ചതെങ്കിൽ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം എന്ന് പറയുന്നത് എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ടശതമാനമാണെങ്കിലും എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100ആണ്. അത് മനസ്സിലാക്കിയിരിക്കുക. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. നഷ്ടശതമാനമാണെങ്കിലും എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. തുല്യമാണ് 25 പേനകളുടെ വിറ്റ വിലയെങ്കിൽ നഷ്ടശതമാനം എത്ര? ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. നഷ്ടശതമാനം സമം എണ്ണങ്ങളുടെ വ്യത്യാസം എന്ന് പറയാൻ 25 20 കുറയ്ക്കും. 25 മൈനസ് 20 ബൈ വിറ്റതിൻ്റെ എണ്ണം. എത്ര എണ്ണയാണ് വിറ്റത്? 25 ഗുണം 100. 5 സമം 5 ബൈ 25 ഗുണം 100. 5 4 5 ഗുണം 4 20 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 20%. അതായത് 20 പേനകളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ് 25 പേനകളുടെ വിറ്റ വിലയെങ്കിൽ നഷ്ടശതമാനം. നഷ്ടശതമാനം കാണാൻ എക്സ് പേനകളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ് വൈ പേനകളുടെ വിറ്റ വിലയെങ്കിൽ നഷ്ടശതമാനം കാണാൻ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. അതായത് 25 എണ്ണങ്ങളുടെ വ്യത്യാസം 25 മൈനസ് 20 ബൈ 25 ഗുണം 100. 5 ബൈ 25 ഗുണം 100 20. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 20 പേനകളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ് 25 പേനകളുടെ വിറ്റ വിലയെങ്കിൽ നഷ്ടശതമാനം എത്രയെന്ന ചോദ്യം. അതായത് എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. എണ്ണങ്ങളുടെ വ്യത്യാസം 25 20 കുറയ്ക്കും. 5 ബൈ വിറ്റതിൻ്റെ എണ്ണം 25 ഗുണം 100. അതായത് 20 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരാൾ 150 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 120 രൂപയ്ക്ക് വിറ്റു. അപ്പം നഷ്ടത്തിനാണ് വിറ്റത്. 150 രൂപ ചിലവാക്കി 120 രൂപ കിട്ടിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നഷ്ടശതമാനം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. നഷ്ടശതമാനം ഉണ്ടെങ്കിൽ ഉണ്ടായ നഷ്ടം എത്ര രൂപയാണ്? ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നഷ്ടശതമാനം ആയാലും ലാഭശതമാനം ആയാലും കോസ്റ്റ് പ്രൈസിനെ വാങ്ങിയ വില അടിസ്ഥാനമാക്കിയായിരിക്കും ചെയ്യുക. ലാഭശതമാനം വന്നാൽ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ നഷ്ടശതമാനം, അതായത് എത്ര രൂപ നഷ്ടം വന്നേ? 150 120 കുറയ്ക്കുക 30 രൂപ. അതായത് നഷ്ടശതമാനം എന്ന് പറയുന്നത് നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. എത്ര രൂപ നഷ്ടം വന്നു? 30 രൂപ. വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എത്ര? 150 ഗുണം 100. 0 0 കട്ട് ചെയ്യും. 15 32 ഗുണം 10 20% ഉത്തരം. ഓപ്ഷൻ ബി ആണ് 20%. എത്ര നഷ്ടശതമാനം ഉണ്ടായ നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 20% വരും. ഡിസ്കൗണ്ട് ശതമാനം കാണാനുള്ള ഫോർമുല ഡിസ്കൗണ്ട് തുക ഡിവൈഡഡ് ബൈ പരസ്യവില ഗുണം 100. പരസ്യവില എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വില മതി. അതായത് ഇവിടെ ഡിസ്കൗണ്ട് ശതമാനം, ഡിസ്കൗണ്ട് തുക എന്ന് പറയുന്നത് ആകെ ഉള്ളതിൽ നിന്ന് വിറ്റ വില. അതായത് 48 രൂപയ്ക്കാണ് വിറ്റത്. 60 48 കുറയ്ക്കുക. ഒരു പുസ്തകത്തിൻ്റെ വില 60 രൂപ, കച്ചവടക്കാരൻ 48 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് എത്ര കിട്ടിയെന്ന് അറിയാൻ ഈ 60 48 കുറയ്ക്കുക 12. അതായത് ഡിസ്കൗണ്ട് തുക ഡിവൈഡഡ് ബൈ പരസ്യവില ഗുണം 100. ഡിസ്കൗണ്ട് തുക എത്ര? 12. ഇത് കുറച്ചാൽ മതി. 12 രൂപ കുറച്ചാൽ കൊടുത്തേ. ഡിവൈഡഡ് ബൈ പരസ്യവില യഥാർത്ഥ വില ഗുണം 100. 5 20. എത്രയാണ് ഡിസ്കൗണ്ട് ശതമാനം? 20%. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഡിസ്കൗണ്ട് ശതമാനം കാണാൻ ഡിസ്കൗണ്ട് തുക ഡിവൈഡഡ് ബൈ പരസ്യവില ഇൻറ്റു 100. ഡിസ്കൗണ്ട് ശതമാനം നമ്മളങ്ങനെ കാണും. ഫോർമുല ഒരിക്കൽ കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡിസ്കൗണ്ട് എത്ര കിട്ടിയത്? ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില ഗുണം 100. ഡിസ്കൗണ്ട് എത്ര?
12 എങ്ങനെ കിട്ടി? പരസ്യ വിലയിൽ നിന്ന് വിറ്റ വില കുറച്ചാൽ മതി. അതായത് 60 48 കുറച്ച് 12 രൂപ കുറച്ചാണ് കൊടുത്തത്. 12 ഡിവൈഡഡ് ബൈ പരസ്യ വില അതിൻ്റെ യഥാർത്ഥ വില ഗുണം 100. 2 5 20 ഓപ്ഷൻ സി ആണ് ഉത്തരം. 10 സാധനങ്ങളുടെ വാങ്ങിയ വിലയും എക്സ് സാധനങ്ങളുടെ വിറ്റ വിലയും ഒന്നാണെന്ന് തന്നിട്ടുണ്ട്. ലാഭം 25% ആണെങ്കിൽ എക്സിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ലാഭ ശതമാനം കാണാൻ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. ഇവിടെ ലാഭശതമാനം 25 തന്നിട്ടുണ്ട്. 25 സമം എണ്ണങ്ങളുടെ വ്യത്യാസം 10 എണ്ണം വാങ്ങിയപ്പോൾ എക്സ് എണ്ണം വിറ്റ വിലയ്ക്ക് തുല്യം. അപ്പോൾ 10 മൈനസ് എക്സ് അവ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം എക്സ് ആണ് തന്നിട്ടുണ്ട് ഗുണം 100. ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കും. 25 ഇൻറ്റു എക്സ് സമം 25 ഇൻറ്റു എക്സ് സമം 10 മൈനസ് എക്സ് ഇൻറ്റു 100 വിച്ച് ഇംപ്ലൈസ് 25 ഗുണം എക്സ് 25 എക്സ് സമം ഈ 100 ഇതിനകത്തോട്ട് കയറ്റി ഗുണിക്കുക. 10 ഗുണം 100 മൈനസ് എക്സ് ഗുണം 100 അതായത് 100x. അതായത് 25x സമം 1000. 10 ഗുണം 100 1000 മൈനസ് 100x. 25x ഈ മൈനസ് 100x അടുത്ത സൈഡിൽ വരുമ്പോൾ പ്ലസ് 100x സമം 1000. 25xും 100x കൂടെ കൂട്ടിയാൽ ലൈഫ് ടേംസ് ആയിട്ട് 125x കിട്ടും. 125xൻ്റെ വില 1000. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില 1000 ഡിവൈഡഡ് ബൈ 125 8 കിട്ടും. 25 വെച്ച് കട്ട് ചെയ്തിട്ട് ഷോർട്ട് ആക്കിയാലും മതി. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ 10 സാധനങ്ങളുടെ വാങ്ങിയ വിലയും എക്സ് സാധനങ്ങളുടെ വിറ്റ വിലയും ഒന്നാണെന്ന് തന്നിട്ടുണ്ട്. ലാഭശതമാനം 25% ആയാൽ എക്സിൻ്റെ വിലയാണ് ചോദിച്ചത്. അതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചാൽ മതി. ലാഭശതമാനം സമയം എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. ഇവിടെ ലാഭശതമാനം എത്ര തന്നിട്ടുണ്ട്? 25. 25 ആകുമ്പോൾ 25 സമം എണ്ണങ്ങളുടെ വ്യത്യാസം 10 മൈനസ് എക്സ് 10 വാങ്ങി എക്സ് എണ്ണം വിറ്റതും ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം എക്സ് ഗുണം 100. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 25 ഗുണം എക്സ് സമം 10 മൈനസ് എക്സ് ഇൻറ്റു 100 ഇംപ്ലൈസ് 25 ഗുണം എക്സ് 25x സമം ഈ 100 ഇതിനകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10 ഗുണം 100 മൈനസ് എക്സ് ഗുണം 100 അതായത് 10 ഗുണം 100 1000 മൈനസ് 100x. 25x 1000 മൈനസ് 100x. എക്സ് രണ്ടും ഒരു സൈഡിൽ കൊണ്ടുവരും ലൈക്ക് ടേംസ്. 25x പ്ലസ് 100x. ഈ 100x റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നു. ലൈക്ക് ടേംസ് ആയതുകൊണ്ട് 25x 100x കൂടെ കൂട്ടിയാൽ 125x സമം 1000. എക്സിൻ്റെ വില 1000 ബൈ 125 8. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരാൾ ഒരു പാത്രത്തിൻ്റെ വാങ്ങിയ വില 120 രൂപയാണ്. അതായത് കോസ്റ്റ് പ്രൈസ് 120 രൂപയാണ്. 120 രൂപയാണ്. അപ്പോൾ വാങ്ങിയ വിലയുടെ എത്ര ശതമാനം നഷ്ടം വന്നു? നഷ്ടം സമം കോസ്റ്റ് പ്രൈസിൻ്റെ 10%. കോസ്റ്റ് പ്രൈസിൻ്റെ 10%. വാങ്ങിയ വിലയുടെ 10% നഷ്ടം വന്നത്. അതായത് 120ൻ്റെ 10%. 0 മുകളിൽ കിട്ടി. അപ്പോൾ 12 രൂപയാണ് നഷ്ടം വന്നത്. 12 ഗുണം 12 രൂപ നഷ്ടം വന്നു. വാങ്ങിയ വില 120 രൂപയാണ്. അപ്പം ഈ 12 രൂപ നഷ്ടം വന്നെന്ന് പറയാൻ 120ൽ നിന്ന് 12 കുറച്ചാൽ മതി. 108 കിട്ടും ഉത്തരം. 108 ഓപ്ഷൻ ബി ആണ് ഉത്തരം. വാങ്ങിയ വില 120 രൂപ. നഷ്ടം എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ 10%. അതായത് വാങ്ങിയ വിലയുടെ 10%. 120ൻ്റെ 10/100. 0 വെട്ടി ഇത് രണ്ടും വെട്ടി 12 ഗുണം 1 12 രൂപയാണ് നഷ്ടം വന്നത്. അപ്പം 120ൽ നിന്ന് 12 കുറച്ചാൽ നമുക്ക് വിറ്റ വില സെല്ലിംഗ് പ്രൈസ് കിട്ടും. 108 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച് x% കുറച്ചാൽ കുറവ് അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്നത് x² 100% ആയിരിക്കും. ഈ ഷോർട്ട് കട്ട് ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കുക. അതേ മോഡലാണ് ഈ ചോദ്യം. ഇവിടെ ശമ്പളം എന്നുള്ള വ്യത്യാസമുള്ളൂ. ഒരാളുടെ ശമ്പളം 30% വർദ്ധിപ്പിച്ചതിന് ശേഷം 30% കുറച്ചു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ശമ്പളത്തിൽ എത്ര വ്യത്യാസം എത്ര കുറവ് വന്നു നോക്കാം. x² 100. x% വർദ്ധിപ്പിച്ചതിന് ശേഷം x% കുറച്ചു. ഇവിടെ x പകരം 30 ആണ്. അത്രയും ശതമാനം കുറവെന്ന് പറയുന്നത് x² 100%. എക്സ് ഇവിടെ എത്രയാണ്? 30. 30² 100%. അതായത് 900. 30² എന്ന് പറഞ്ഞാൽ 30 × 30. അത്രയും ശതമാനം. 9%. കുറവ് എത്ര വന്നേ? 9% കുറവ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം.
ഒരു സാധനത്തിൻ്റെ വില X% വർദ്ധിപ്പിച്ച ശേഷം X% കുറച്ചു, അങ്ങനെയാണെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ കുറവ് എന്ന് പറയുന്നത് X²/100% ആയിരിക്കും. ഷോർട്ട് കട്ട് ഫോമിൽ ഓർത്തിരിക്കുക. ഒരാളുടെ ശമ്പളമാണ് ഇവിടെ സാധനത്തിന് വില. ശമ്പളം 30% വർദ്ധിപ്പിച്ച ശേഷം 30% കുറച്ചു. ഇപ്പോൾ അയാളുടെ ശമ്പളത്തിൽ എത്ര വ്യത്യാസം വന്നു? ഈ ഫോമില X²/100%. അതായത് 30². എക്സിന് വരെ ഇവിടെ 30% കുറച്ചു, 30% കൂട്ടിയതിന് ശേഷം 30% കുറച്ചു. 30²/100. 900/100 9% കുറവാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 25%-ൻ്റെ 25% എത്ര? 25%-ൻ്റെ 25% എന്ന് പറയുന്നത് 25%-ൻ്റെ 25% എന്ന് പറഞ്ഞാൽ 25% എന്ന് പറഞ്ഞാൽ 25/100. ഇൻ്റെ ഉള്ളിടത്ത് ഇൻറ്റു കൊടുക്കണം. ഇൻറ്റു 25/100. അതായത് 25². 25 × 25 25² 10,000 വരും. 25-ൻ്റെ സ്ക്വയർ 25-ൻ്റെ സ്ക്വയർ കാണാനൊരു എളുപ്പവഴിയുണ്ട്. ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്ന എളുപ്പവഴിയുണ്ട്. 5-ൻ്റെ സ്ക്വയർ എഴുതുക ആദ്യം. 25. പിന്നെ ഇവിടെയുള്ള സംഖ്യ ഏതാ? 2. ഈ 2-ൻ്റെ കൂടെ തൊട്ടടുത്ത നമ്പറും കൂടെ ഇൻറ്റു ചെയ്യുക. 2ഉം 3ഉം കൂടി ഇൻറ്റു ചെയ്തിട്ട് ഇവിടെ എഴുതിയാൽ മതി. 625. അതായത് 25-ൻ്റെ സ്ക്വയർ എത്ര? 625/. അതായത് നമുക്കിവിടെ എത്ര? 10,000. അപ്പോൾ 4 സ്ഥാനം മാറ്റി വേണം കുത്തിടാൻ. 100 2 സ്ഥാനം മാറ്റി ഇടത്തോട്ട് കുത്തിടുക, വലത്തുനിന്ന് ഇടത്തോട്ട്. 1000 3 സ്ഥാനം. ഇവിടെ 10,000 ആയതുകൊണ്ട് 4 സ്ഥാനം. ഇവിടെ 3 സംഖ്യയേ ഉള്ളൂ. അതുകൊണ്ട് 1 2 3 ഒരു 0 കൂടെ കൊടുക്കും. 0.065. അതായത് 0.065. ഇവിടെ ഡെസിമലിന് മുമ്പ് 0 ഇട്ടാലും ഇല്ലെങ്കിലും ഒക്കെ വില വ്യത്യാസം വരുത്തില്ല. ഓപ്ഷൻ സി ആണ് ഉത്തരം. 25%-ൻ്റെ 25% എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം. 0.065. 25%-ൻ്റെ 25. 25/100 ഇൻറ്റു 25. ഇൻ്റെ ഉള്ളിടത്ത് ഇൻറ്റു കൊടുക്കുക. 25-ൻ്റെ സ്ക്വയർ. 25-ൻ്റെ സ്ക്വയർ ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്നതിൻ്റെ സ്ക്വയർ കാണാനൊരു എളുപ്പവഴിയുണ്ട്. ആദ്യം ഈ 5-ൻ്റെ സ്ക്വയർ എഴുതുക. 25. പിന്നെ ഇവിടെയുള്ള സംഖ്യ ഏതാ? 2. 2ഉം 3ഉം കൂടെ ഗുണിച്ചിട്ട് അതിൻ്റെ ഇടത്ത് വശത്ത് എഴുതുക. നമുക്ക് 35-ൻ്റെ 85-ൻ്റെ സ്ക്വയർ കാണാം. പിന്നെ ഒരു 5-ൻ്റെ സ്ക്വയർ 25. പിന്നെ 8 8ഉം 9ഉം കൂടെ ഗുണിച്ചുകൊണ്ട് എഴുതുക. 7225 തരാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.